ഇനി നമുക്ക് ഏത് സമയത്തും നമുക്ക് ഗൂഗിളിനോട് സംസാരിച്ചിട്ട് കൊണ്ട് തന്നെ നമുക്ക് ഫോണില്ലാതെ തന്നെ ഓക്കെ ഗൂഗിൾ ടേൺ ഓൺ ലൈറ്റ് ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ ഗൂഗിൾ ടേൺ ഓഫ് ലൈറ്റ്. ഓക്കെ ഗൂഗിൾ. ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ടെക് സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കുറച്ച് ദിവസം മുമ്പ് ചൈനയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തില്ല. അപ്പോൾ അതിൽ പെട്ട ഒരു സാധനമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത്. സോണോഫ് എന്ന ഒരു പ്രൊഡക്റ്റിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ഗൂഗിൾ ഹോം സ്പീക്കറായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ തൊള്ളോണ്ട് തന്നെ പറഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഓഫ് ആക്കുന്ന ഒരു സിസ്റ്റം എങ്ങനെ എനേബിൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഡിവൈസ് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഇൻ്റർനെറ്റിൻ്റെ കണക്ടിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെ ഉപകരണങ്ങളൊക്കെ ഓഫാക്കാനും ഓണാക്കാനൊക്കെ പറ്റുന്നതാണ്. പ്രത്യേകിച്ചും പുറത്തൊക്കെ ലൈറ്റ് ഇട്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പ് നമ്മളെ ചാനൽ ഇതിലെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇവൻ്റെ റൂമിലാണ് ഇത് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും നേരെ വീഡിയോയിലേക്ക് കിടക്കാം. രണ്ട് സാധനം ഉണ്ട്, സോണോഫിൻ്റെ രണ്ട് പ്രൊഡക്റ്റ് ഉണ്ട്. അതിൽ ഒന്നാണ് നമ്മളിവിടെ അൺബോക്സ് ചെയ്ത് കാണിക്കുന്നത്. കാരണം ഇന്ന് നമ്മൾ ഒന്നാണ് ഫിറ്റ് ചെയ്യുന്നുള്ളത്. അടുത്തത് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് AC-ക്കാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഇന്ന് കാണിക്കുന്നില്ല. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ബൾബിനെ എങ്ങനെ ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇവൻ്റെ റൂമിൽ ഒരു ട്യൂബ് ഉണ്ട്, അതാണ് അതിനാണ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഇവിടെ തുറക്കാനൊക്കെ പറ്റും കേട്ടോ. ഒരു മിനിറ്റ് ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കാറ്റലോഗ് കിട്ടിയിട്ടുണ്ട്. ഈ കാറ്റലോഗിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു QR കോഡ് ഇതിലുണ്ടാവും. അത് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് ഈവ്ലിങ്ക് എന്നൊരു ആപ്ലിക്കേഷനാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഒക്കെ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഏതായാലും ഇത് ഫിറ്റ് ചെയ്യാം. ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇതിനൊരു ഇൻപുട്ടും ഉണ്ട്, ഒരു ഔട്ട്പുട്ടും ഉണ്ട്. ഈ സൈഡിൽ ഇൻപുട്ടാണ്, ഇത് ഔട്ട്പുട്ടാണ്. ബൾബിലേക്ക് പോകുന്ന ആ കണക്ഷനെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഇൻപുട്ട് ഇതിലേക്ക് കൊടുക്കുക, ബൾബിലേക്കുള്ള കണക്ഷൻ ഇവിടുന്ന് എടുക്കുക. അപ്പോൾ ഏതായാലും നമുക്ക് അതൊന്ന് ഫിറ്റ് ചെയ്തിട്ട് വരാം. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ഈ ഒരു സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ ഈ ഒരു ട്യൂബിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ട്യൂബിൽ നിന്ന് വരുന്ന കണക്ഷൻ നേരെ കട്ട് ചെയ്തിട്ട് സോണോഫിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് എടുത്തിട്ട് ഒരു വയർ നേരെ ട്യൂബിലേക്കും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ആ സ്വിച്ച് ഒന്ന് ഇട്ടോക്കാം. ആ സ്വിച്ച് ഒന്നിട്ടാ അപ്പോൾ എന്ത് മാറ്റം ഉണ്ടാകുമെന്ന് നോക്കാം. ഓക്കെ ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു ലൈറ്റ് ജസ്റ്റ് മിന്നണുള്ളൂ. ഓക്കെ, ഇനി ഇത് നമ്മൾ കണക്ട് ചെയ്യാണ്ട് അതിന് മുമ്പ് ഇവിടെ രണ്ട് സ്ക്രൂവും കൂടി കൊടുത്തിട്ട് ഇതിനൊരു സേഫ്റ്റി അടപ്പുണ്ട്, അതും കൂടി ഒന്ന് ഫിറ്റ് ചെയ്യാണ്ട്. ഇതുപോലത്തെ രണ്ടെണ്ണം ഉണ്ട്, ഇത് നമുക്കിവിടെ ഫിറ്റ് ചെയ്യാണ്ട് ലൈറ്റ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ആ സാധനമൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മളിത് എങ്ങനെ ഈ ഫോണിലേക്ക് കണക്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോണിലെ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കി വെച്ചിട്ട് ഈവ്ലിങ്ക് എന്ന് സെർച്ച് ചെയ്യുക, EW എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കാണിക്കും ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ. ഇത് ഞാൻ ഓൾറെഡി ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിന് ശേഷം ഓപ്പൺ അടിക്കുക. ഇതിൻ്റെ QR കോഡ് നമ്മൾ ആ സാധനത്തിൻ്റെ ഒപ്പം തന്നെയുള്ള ഒരു കാറ്റലോഗ് കിട്ടുന്നുണ്ടല്ലോ, അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക, സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുക, ഫസ്റ്റ് ടൈം എഗ്രി എന്ന് കൊടുക്കുക. ഇതിൽ നമുക്ക് നമ്മളെ രാജ്യം സെലക്ട് ചെയ്യാനുള്ളതുണ്ട്. ഇതിൽ നമ്മൾ ഒമാൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അതിന് ശേഷം നമുക്ക് രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മൊബൈൽ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇമെയിൽ ID അടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇമെയിൽ ID ആണ് അടിച്ചു കൊടുക്കുന്നത്. ഇമെയിൽ ID അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മളെ ഇമെയിലിലേക്ക് ഒരു OTP നമുക്ക് കിട്ടും ഇതുപോലെ. അത് നമ്മൾ ജസ്റ്റ് ഇവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്യണം. പാസ്വേഡ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഡണ്ണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് നമ്മളെ വൈഫൈൻ്റെ പാസ്വേഡ് ഇവിടെ നിന്ന് അടിച്ചു കൊടുക്കണം. ഓക്കെ, അതിന് ശേഷം നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. ഇതിന് ശേഷം ഇതിലൊന്ന് ആഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബാ ഇങ്ങോട്ട് കത്തി ഇങ്ങോട്ട് വാ, ഇങ്ങനെ റൂം. ഇപ്പോൾ ഇതിൻ്റെ ഒരു പേര് വന്നിട്ടുണ്ട്. ഓക്കെ, ആപ്ലിക്കേഷനിൽ ജസ്റ്റ് ഇതുമേലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് ഓഫാണോ ഓണാണെന്നൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ബൾബിൻ്റെ പേര് നമ്മൾ മാറ്റി കൊടുക്കണം. ഓക്കെ, ഇത് പേര് നമുക്ക് ഇഷ്ടമുള്ള പേരാക്കി കൊടുക്കാം. നമുക്ക് തൽക്കാലം ലൈറ്റ് എന്നാക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ സ്റ്റേജ് മാറ്റി കൊടുക്കാണ്ട്, കാരണം എന്താ വെച്ചാൽ നമ്മൾ ബൾബ് ഓഫാക്കി ഓണാക്കുന്ന സമയത്ത്
ഓട്ടോമാറ്റിക്കലി ബൾബ് ഓണായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റേജ് മാറ്റി കൊടുക്കുന്നത്. ഇത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ അഥവാ ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഫോണിലൊന്ന് സ്വിച്ച് ഓഫ് അല്ല ഇതിൻ്റെ മെയിൻ പവർ സ്വിച്ച് ഒന്ന് ഓഫാക്കി ഓണാക്കി പോലെ തന്നെ ഡയറക്റ്റ് ഓണാവും. കണ്ടോ? ഇപ്പോൾ ഇത് ഓക്കെയാണ്. ഇനി നമ്മൾ ഗൂഗിളിന് കണക്ട് ചെയ്യണം. ഇത് ഗൂഗിൾ കാണിക്കാൻ പോകുന്നത് ഇത് ഗൂഗിളായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ വർക്ക് വിത്ത് പറഞ്ഞിട്ട് കുറേ ഓപ്ഷനുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ വർക്ക് വിത്ത് ഗൂഗിൾ ഹോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു സംഭവം നമ്മളെ ഗൂഗിൾ ഹോമിൻ്റെ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിൽ വന്നുള്ള ഗുണം എന്താണെന്നുള്ളത് വേറെ കാണിച്ചു തരാം. ഓക്കെ, ഇനി നമുക്ക് ഏത് സമയത്തും നമുക്ക് ഗൂഗിളിനോട് സംസാരിച്ചിട്ട് കൊണ്ട് തന്നെ നമ്മൾക്ക് ഫോണില്ലാതെ തന്നെ ഓക്കെ ഗൂഗിൾ ടേൺ ഓൺ ലൈറ്റ് ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ ഗൂഗിൾ ടേൺ ഓഫ് ലൈറ്റ്. ഓക്കെ ഗൂഗിൾ ടേൺ ഓൺ ലൈറ്റ്. അപ്പോൾ സുഹൃത്തുക്കൾ, ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി നമ്മളടുത്ത് ഒരു സോൺ ഓഫും കൂടി ഉണ്ട്. ഇത് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് വിൻഡോ എ സിയിലാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം സാധാ സ്പ്ലിറ്റ് എ സി പോലെയുള്ള വിൻഡോ എ സി ആകുന്ന സമയത്ത് നമുക്ക് സമയം വെച്ചിട്ടൊന്നും നമുക്ക് ഓപ്പൺ ആക്കാനോ ഒന്നും ഓൺ ആക്കാനോ ഓഫ് ആക്കാനൊന്നും കഴിയില്ല. അതുപോലെ തന്നെ അത് സ്മാർട്ട് അല്ലാത്തതുകൊണ്ട് സംസാരിച്ച് ഓഫ് ആക്കാനൊന്നും കഴിയില്ല. ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് വിൻഡോ എ സിയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം. കാരണം അതിന് അത്രയും പവർ കുറവാണ്. അപ്പോൾ ഇത് വിൻഡോ എ സിയിലേക്ക് കണക്ട് ചെയ്യാൻ ഒരു ചെറിയ ട്രിക്ക് ഉപയോഗിച്ചാലേ നമുക്ക് പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തെക്കുക. അപ്പോൾ ഏതായാലും നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.